ദൈവത്തിൻ്റെ അത് പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വെസ്പർ സർവീസിലേക്ക് ഞാൻ ഇവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 959 പാട്ട് പാടാം. 959. എൻ്റെ നാട്ടിൽ എന്നു ചേരും, എൻ്റെ വീട്ടിൽ അണയുവേ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ സങ്കടങ്ങളൊന്നുമില്ലായേ, സൗഖ്യത്തോടെ എന്നും വാഴാമെന്തോരാനന്ദം. രോഗദുഃഖ സങ്കടങ്ങളൊന്നുമില്ലായേ, സൗഖ്യത്തോടെ എന്നും വാഴാമെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. നഷ്ടം കഷ്ടം വ്യാകുലങ്ങളൊന്നുമില്ലായേ, നഷ്ടപ്പെടാ ഭാഗ്യമുണ്ട് എന്തോരാനന്ദം. നഷ്ടം കഷ്ടം വ്യാകുലങ്ങളൊന്നുമില്ലായേ, നഷ്ടപ്പെടാ ഭാഗ്യമുണ്ട് എന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ദൂഷണങ്ങളിൽ ക്ഷണികളൊന്നുമില്ലായേ, ദുഷ്ടരില്ല എല്ലാം നല്ലോരെന്തോരാനന്ദം. ദൂഷണങ്ങളിൽ ക്ഷണികളൊന്നുമില്ലായേ, ദുഷ്ടരില്ല എല്ലാം നല്ലോരെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യോഗ്യതകളൊന്നുമില്ലായേ, യോഗ്യരായ ഭക്തർക്കെല്ലാം എന്തോരാനന്ദം. യോഗ്യതകളൊന്നുമില്ലായേ, യോഗ്യരായ ഭക്തർക്കെല്ലാം എന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. പ്രതികാരം പ്രതിഷേധമൊന്നുമില്ലായേ, പ്രതിഫലം പ്രാപിച്ചവർക്കെന്തോരാനന്ദം. പ്രതികാരം പ്രതിഷേധമൊന്നുമില്ലായേ, പ്രതിഫലം പ്രാപിച്ചവർക്കെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. അടുത്തതായി പാട്ടുപുസ്തകത്തിലെ 958 പാട്ട് പാടാം. 958. എന്നെ ചേർപ്പാൻ വന്നവനേ, നിന്റെ സ്നേഹത്തെ വിട്ടോടി ഞാൻ. നിന്നിൽ ആശ്വാസമുണ്ടാകിലും നിറഞ്ഞോടി ഞാനേ ധരയിൽ. നിന്നിൽ ആശ്വാസമുണ്ടാകിലും നിറഞ്ഞോടി
ശാശ്വതമല്ലെന്നോതിയിട്ടും കല്ലുപോലുള്ള എൻ ഹൃദയം പാപലോകത്തിൽ സഞ്ചരിച്ചു. കല്ലുപോലുള്ള എൻ ഹൃദയം പാപലോകത്തിൽ സഞ്ചരിച്ചു. കണ്ടില്ലെങ്ങുമൊരാശ്വാസമേ നൊന്തു നീറുന്നെൻ മാനസമേ. അന്ത്യനാളിത സമീപമാ സ്വന്തരാജ്യത്തിൽ ചേർന്നിടുവാൻ. അന്ത്യനാളിത സമീപമാ സ്വന്തരാജ്യത്തിൽ ചേർന്നിടുവാൻ. ചങ്കുപോലും തുറന്നെനിക്കായി രക്തം ധാരയായി ചിന്തിയോരേ. എന്റെ പാപമെല്ലാം വഹിച്ച പൊന്നുനാഥനെ വാഴ്ത്തിടുന്നു. എന്റെ പാപമെല്ലാം വഹിച്ച പൊന്നുനാഥനെ വാഴ്ത്തിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ വിശുദ്ധ ശബദിൻ്റെ പ്രാരംഭ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എല്ലാവരെയും ഈ വെസ്പർ സർവീസിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് മിസ്റ്റർ വിൻസെൻ്റ് ഫ്രാൻസിസ്, ബഹുമാനപ്പെട്ട കർത്തൃദാസനാണ് നമ്മോടൊന്ന് ദൈവത്തിനെ സംസാരിക്കുന്നത്. മാന്യ അദ്ദേഹം നമ്മുടെ ശാബ് സ്കൂൾ പാഠം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്ന വേളയിൽ അദ്ദേഹം ധാരാളം പാഠങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പ്രിയമകൻ്റെ സുദീർഘമായ സേവനത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയദാസനെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ദൈവത്തിന് വേണ്ടി ശോഭിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടവരുത്തട്ടെ. ഇന്ന് ദൈവദാസൻ നമുക്ക് നല്ല ദൈവിക സന്ദേശം കേൾക്കാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. എളിയവനൊരു ദുർഗവും നീ, കൊടും കാറ്റതിൽ ശരണവും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ, ആശ്വാസത്തിൻ തണലും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ, ആശ്വാസത്തിൻ തണലും നീ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. തുടച്ചിടുമവൻ കണ്ണുനീർ. തന്റെ ജനത്തിൽ നിന്ന സർവഭൂവിൽ നിന്ന് നീക്കിയിടുമവൻ നിത്യമായി. തന്റെ ജനത്തിൽ നിന്ന സർവഭൂവിൽ
ജയരാജനവൻ യുദ്ധവീരനുമവനല്ലയോ. സൈന്യനാഥനവൻ ജയരാജനവൻ യുദ്ധവീരനുമവനല്ലയോ. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. മുന്നോടിയായി യേശുപരൻ മൂലക്കല്ലായി സീയോനതിൽ വാസം ചെയ്തിടുമുന്നതനാമവനെ വാഞ്ചയോടു നാം കാത്തിരിക്കാം. വാസം ചെയ്തിടുമുന്നതനായവനെ വാഞ്ചയോടു നാം കാത്തിരിക്കാം. സ്ഥിരമാനസൻ കർത്തനിലാശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ ഈ വിശുദ്ധ ശബദിൻ്റെ ആരംഭ മണിക്കൂറിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു പിതാവേ. ദൈവമേ, സംഭവബഹുലമായ ഒരാഴ്ച ഞങ്ങളെ വിട്ട് കടന്നു പോയല്ലോ. ദൈവമേ, ഈ ശബദിൻ്റെ ആരംഭ മണിക്കൂറിൽ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ദൈവമേ, എത്ര അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് കർത്താവ് ഞങ്ങളെ വഴി നടത്തിയത്. ഈ സമയത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു പിതാവേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവ് വശങ്ങൾ, തെറ്റുവശങ്ങളൊക്കെയും കർത്താവ് ക്ഷമിക്കണം. ഒപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളെ വിശുദ്ധിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം സംസാരിക്കുന്ന പ്രിയദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ മകനിലൂടെ നല്ല ഒരു സന്ദേശം കേൾപ്പാൻ കർത്താവ് സഹായിക്കണം. ദൈവമേ, ഇന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. സകല മാനവ മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ ചോദ്യത്തോടുകൂടി ഇന്നത്തെ ധ്യാനത്തെ ആരംഭിക്കുക. എന്താണ് നിങ്ങളുടെ മുൻഗണന, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മുൻഗണന? വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമെന്ന് നാം തോന്നിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നതായ കാര്യങ്ങൾ. ഇതാണ് മുൻഗണന എന്ന് പറയുന്നത്. സാമ്പത്തിക ഭദ്രത, നല്ല ഭവനം, കുഞ്ഞുങ്ങളുടെ ഉന്നതമായ വിദ്യാഭ്യാസം, അവരുടെ ശോഭനമായ ഭാവി, ഇങ്ങനെ ലിസ്റ്റ് നോക്കിയാൽ നല്ലൊരു ബാങ്ക് ബാലൻസ്, നല്ല ആരോഗ്യം, ഇതൊക്കെ മുൻഗണനാ ലിസ്റ്റിൽ നമുക്ക് പെടുത്താവുന്ന കാര്യങ്ങളാണ്. അത് ഓരോ മനുഷ്യൻ്റെയും താല്പര്യമനുസരിച്ചും ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതി അനുസരിച്ചും ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യങ്ങളനുസരിച്ചുമാണ് ഈ മുൻഗണനയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്. ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും, വേണമെങ്കിൽ അതിനെ നീഡ്സ് ആൻഡ് നെസസിറ്റീസ് എന്ന് പറയാം. ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മുടെ വേദപുസ്തകത്തിൽ ചില ദൈവദാസന്മാർ അവരുടെ ജീവിതത്തിൽ എന്ത് മുൻഗണനയാണ് കൊടുത്തത് നമുക്കറിയാം. അത് പറയുമ്പോഴേ നമുക്കറിയാം. എങ്കിലും ചില പ്രത്യേക കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, ആശയക്കുഴപ്പം. ഇത് വേണോ അത് വേണോ, ഇല്ലേ? പിന്നെ പണ്ടാണ്ട് പറഞ്ഞത് എന്താ, എനിക്ക് അതും വേണം ഇതും വേണം, നടക്കുകയില്ല. ചൂസ് വൺ. അപ്പം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ, അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളായ 31, 32 കൂടെ വായിക്കുകയാണ്. ഇവിടെ പറയുന്നു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ
അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അല്ലേ? എന്താണ്? എന്ത് തിന്നും, എന്തുടുക്കും, അല്ലെങ്കിൽ എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരപ്പെടരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഇതാണ് നമ്മുടെ പ്രയോറിറ്റി, ഇവ തന്നെയാണ് നമ്മുടെ പ്രയോറിറ്റി. എന്നാൽ താഴേക്ക് നാം വായിക്കുമ്പോൾ വേദപുസ്തകം എന്ത് പ്രയോറിറ്റിയാണ്, എന്ത് മുൻഗണനയാണ് പറഞ്ഞിരിക്കുന്നത്? താഴേക്ക് വായിക്കാം. സ്തോത്രം. 32 മുതൽ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. സ്തോത്രം. ഇനിയാണ് നമ്മുടെ മുൻഗണന. ഇതാണ് തിരുവചനം പറയുന്ന മുൻഗണന, ഇതാണ് ദൈവം പറയുന്ന മുൻഗണന, ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന മുൻഗണന. ഇതിന് നമുക്ക് മുൻഗണന കൊടുക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ ജീവിതം ധന്യമാകും. വായിക്കട്ടെ 33-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വചനം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഇതൊക്കെയും എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ. തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉള്ള സകല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തു ചെയ്യണം? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. Seek ye first the kingdom of God and his righteousness, then all these things shall be added unto you. All, all എന്ന് പറയുമ്പോൾ സകലതും. നമുക്ക് എന്തുകൊണ്ടോ അത് പൂർണ്ണമായി വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ദ ബൈബിൾ വെരി ക്ലിയർലി സ്റ്റേറ്റ്സ്, വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനെ പൂർണ്ണ അളവിൽ കൈക്കൊണ്ടതായ ചില വ്യക്തികളെക്കുറിച്ച്. നമുക്കെല്ലാം അറിയാവുന്ന ആളുകളാണ്. നമുക്കറിയാമല്ലോ അബ്രഹാമിൻ്റെ കാര്യം. വിശ്വാസികളുടെ പിതാവെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് അബ്രഹാമിനെ, നമുക്ക് ആ അബ്രഹാമിൻ്റെ ആ പശ്ചാത്തലം അല്ലെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തിയാൽ, ഹീ നെവർ ന്യൂ ഗാഡ്. അവന് ദൈവത്തെ അറിയില്ലായിരുന്നു. അവൻ വാസ്തുവിൽ എന്താണ്, ദൈവങ്ങളെ ഉണ്ടാക്കുന്നൊരു ഫാമിലിയിലുള്ളതാണെന്നാണ് പറയുന്നത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക. അപ്പോൾ പലതരത്തിലുള്ള ദൈവങ്ങളെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ കണ്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിശ്ചയമായും അവൻ ആ ശബ്ദം കേട്ടു. അപ്പോൾ അവൻ ഒരുപക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവനാണ് ജീവനുള്ള ദൈവം. ഞാൻ ഇത്രയും നാളും കൈകാര്യം ചെയ്തതും മെനഞ്ഞു കൊടുത്തതും മെനഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ജീവനില്ലാത്ത ദൈവങ്ങളാണ്. എന്നോട് സംസാരിച്ചവനാണ് യഥാർത്ഥ ദൈവം എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ഈ വാക്യം അന്വർത്ഥമാക്കി. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ. അബ്രഹാം അത്ര വലിയ ധനവാനായിരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും പിന്നെ അവൻ സകലത്തെയും വിട്ടാണ് പോകുന്നത്. അവൻ്റെ പിതൃഭവനത്തെയും അവൻ്റെ ചാർച്ചക്കാരെ, അവൻ്റെ ദേശത്തെയും ബന്ധുമിത്രാദികളെയും ഒക്കെ വിട്ടൊരു പോക്കാണ്. കാരണം അവന് ആ വിളിയിൽ, ആ ശബ്ദത്തിൽ അവൻ ഒരു വിശ്വാസം കണ്ടെത്തുക. അതുകൊണ്ടാണ് എവിടേക്കാണ് താൻ പോകുന്നത് എന്ന് അറിയുക പോലും ചെയ്യാതെ അവൻ ഇറങ്ങി പുറപ്പെടുക. അതുകൊണ്ട് ഒരു ദോഷവും ഭവിച്ചില്ല. അവൻ ദേശത്തെ ഏറ്റവും സമ്പന്നനും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനും ദൈവം മുൻപാകെ ഏറ്റവും പ്രീതിയുള്ളവനുമായി എന്ന് നാം കാണുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി കാലത്ത് നമ്മുടെ ചിന്തയ്ക്ക് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, നാം വാസ്തവമായും ആ മുൻഗണന പാലിക്കുന്നുണ്ടോ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കുന്നുണ്ടോ? അങ്ങനെ അല്ല എങ്കിൽ ഇവിടെയുള്ളതെല്ലാം ചപ്പും ചവറുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇല്ലേ? ഇതൊക്കെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മരിക്കുന്നത് ലാഭമെന്നാണ്. ആ ഒരു എക്സ്റ്റെൻഡ് വരെ, ആ ഒരു പരിധി വരെ അവനെ കൊണ്ടെത്തിക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആദ്യകാല ചരിത്രം. ശൗലായിരുന്നപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങി പുറപ്പെട്ടവനാണ്.
അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ത്രില്ലെന്ന് പറയുന്ന ആനന്ദം എന്ന് പറയുന്നത് തകർക്കുക. ആരെ തകർക്കുക? യേശുവിൻ്റെ അനുയായികളെ തകർക്കുക. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടോ അവനെ തകർക്കുക, ഇല്ലായ്മ ചെയ്യുക, അവനെ ഹനിക്കുക. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്നാൽ നമുക്കറിയാമല്ലോ ദൈവമക്കളെ, ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ അവൻ പോവുകയാണ് അങ്ങോട്ട്. അവൻ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ പോവുക, തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കാൻ പോവുക, കൊല്ലാൻ പോവുക. പക്ഷേ ആ വഴിവാക്കിൽ, സ്തോത്രം, ആ ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ അവനൊരു ശബ്ദം കേൾക്കുക. ഒരു ശക്തമായ വെളിച്ചം അവനെ ചുറ്റുമിന്നി. അവൻ കണ്ണ് കാണാൻ വയ്യാത്തവനായി അവൻ ആ തേരിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അവൻ ആ ശബ്ദം കേട്ടു. കൂടെയുള്ളവരാരും കേട്ടില്ല. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായി അവൻ ഒരു ആജ്ഞയ്ക്ക് മുമ്പിൽ അവൻ നിസ്സഹായനായി നിൽക്കുന്ന ഒരു സമയം ഒരുപക്ഷെ അതായിരിക്കാം. കാരണം അതുവരെയും അവൻ അധികാരികളിൽ നിന്നുള്ള അധികാരം കൈക്കൊള്ളുള്ളതുകൊണ്ട് അവൻ ആരെയും തകർക്കാൻ, ആരെയും എതിർക്കാൻ ഉള്ള ശക്തിയുള്ളവനായിരുന്നു. അവൻ പറയുന്നത് നടപ്പാക്കുമായിരുന്നു. അവൻ പറയുന്നത് പിടിച്ചു കെട്ടിക്കൊണ്ടുവാ, വലിച്ചടിക്കുക, അടിച്ച് ചാട്ടവാറിനടിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുള്ളവനായിരുന്നു അവൻ. എന്നാൽ ഇവിടെ അവൻ നിസ്സഹായനായി. അവൻ്റെ കണ്ണ് കാണാൻ വയ്യ. അവന് എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നവൻ അറിയില്ല. അന്നേരം അവനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ? കർത്താവ് പറയുന്നത്, എന്താ മുള്ളിനെതിരെ നീ ഉതയ്ക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, എന്താണ്? നീ ആരാകുന്നു കർത്താവ്? ഹു ആർ ദ ലോർഡ്? അവൻ ആദ്യമായി ഒരാൾ അംഗീകരിക്കുക. ബട്ട് വി നോ ദ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. പിന്നീടുള്ളത് ചരിത്രമാണ്. എന്താ പറയുന്നത്? സ്തോത്രം, നമുക്കറിയാമല്ലോ ഇത്രയധികം കർത്താവിന് വേണ്ടി പീഡനം സഹിച്ച ആ ലിസ്റ്റൊക്കെ കൊരിന്ത്യൻ ലേഖനത്തിലുണ്ട്. നമുക്കറിയാം എത്ര വട്ടം കപ്പൽ ചേതത്തിലകപ്പെട്ടു, അടിച്ചു, തടവിലായി, പീഡിപ്പിക്കപ്പെട്ടു, പൈതാഹം, അങ്ങനെയുള്ള അനേക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ. പക്ഷേ അന്ന് തിരിഞ്ഞതാണ്. അന്നൊരു റൈറ്റ് അബൌട്ട് ടേൺ എടുത്തതാണ്. പിന്നെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം അവൻ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു. ഹിസ് പ്രയോറിറ്റി, seek ye first the kingdom of God and his righteousness. അതാണ് അവൻ്റെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റിയിൽ നിന്ന് അവൻ അനേക പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൻ അവസാനം പറയുവാൻ എന്താ കാരണമായ, ഞാൻ മരിക്കുന്നത് ലാഭം എന്ന് പറയത്തക്ക രീതിയിൽ ആ വിശ്വാസം അവനെ കൊണ്ടെത്തിച്ചു. ദൈവമക്കളെ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് പത്രോസ്. കാരണം ഞാനും ഇടയ്ക്കൊക്കെ ഇത്തിരി പത്രോസ് ആകാറുണ്ട്. എന്താ കാണുമ്പോൾ അങ്ങ് പറയണമെന്ന് തോന്നും. ഇപ്പോഴൊക്കെ ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നമുക്കറിയാമല്ലോ. യേശുവിനെ ആ സ്തോത്രം യൂദാസ് ഒറ്റിക്കൊടുത്ത്, അല്ലെങ്കിൽ ആ രംഗത്ത് വന്നപ്പോൾ ആ ഭടൻ്റെ എന്ത് ചെയ്തു? ഭടൻ്റെ ചെവി അവൻ മുറിച്ചു കളഞ്ഞു. അവൻ്റെ തന്നെ വാളെടുത്ത്. അത്രയ്ക്ക് എന്താ പറയുക, എടുത്തുചാട്ടക്കാരനായിരുന്നു. കർക്കശക്കാരനായ മീൻപിടുത്തക്കാരൻ, മുക്കുവൻ. അവസാനം ഇത് പാലിക്കുവാൻ കർത്താവ് അവനെ വിളിച്ചപ്പോൾ എന്താ, സകലതും വിട്ട്, സകലതും ഉപേക്ഷിച്ച്, അവൻ്റെ പണിയായുധങ്ങൾ ഉപേക്ഷിച്ച്. അതൊക്കെ ഒരു നിമിത്തമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിൽ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടായതുകൊണ്ടാണ് അതൊക്കെയും. അവൻ നാളെ പിറ്റേ ദിവസം കഞ്ഞി വയ്ക്കാനുള്ള വകയില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ അവൻ എന്തു ചെയ്യുന്നു? എല്ലാം കാരണം എന്താണ്? മുൻപേ അവൻ്റെ രാജ്യവും. അവന് മനസ്സിലായി, ഈ വിളിക്കുന്നവൻ സാധാരണക്കാരനല്ല. എന്നോട് ഈ സംസാരിക്കുന്ന, എന്നോട് ഇടപെടുന്നവൻ ഇവൻ അസാമാന്യനാണ്, ഇവൻ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനാണ്, ഇവൻ ദിവ്യനാണ്. ആ ബോധ്യമാണ് അവനെ കൊണ്ട് ആ തീരുമാനം എടുക്കാൻ കാരണമായി തീർന്നത്. അതുകൊണ്ടാണ് അവൻ എന്തു ചെയ്തത്? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ കാരണമായത്. അതുകൊണ്ട് അവസാനം അവൻ ഏത് നിലയിലെത്തി? അവൻ പറയുകയാണ്, എൻ്റെ കർത്താവിനെ അവർ നേരെ ക്രൂശിച്ചെങ്കിൽ എന്നെ എന്തു ചെയ്യണം? തലകീഴായി ക്രൂശിക്കണം. ദൈവമക്കളെ, അനേക ദൈവമക്കളുടെ കഥ ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പൗലോസിനെ പോലെയും അബ്രഹാമിനെ പോലെയും പത്രോസിനെ പോലെയും ദാവീദിനെ പോലെയും സ്തോത്രം ഒക്കെയുള്ള മനുഷ്യർ തന്നെയാണ് നാം. പക്ഷേ നമുക്കെന്തുകൊണ്ടോ അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ അംഗീകാരം, അല്ലെങ്കിൽ അതിൻ്റെ ബോധ്യം നമുക്കിന്ന് എത്രമാത്രം വന്നിട്ടുണ്ടെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. നിശ്ചയമായും നമ്മുടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്ത ഇതായിരിക്കട്ടെ: വാട്ട് ഈസ് മൈ പ്രയോറിറ്റി?
Am I seeking the kingdom of God and his righteousness first? ഒന്നാമത്, മുൻപേ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പണ്ട് ഇനി ഉണ്ടാക്കിയ കഥയാണോ സംഭവ കഥയാണോ എന്ന് എനിക്കറിയില്ല. ഇടുക്കിയിലെങ്ങാണ്ടൊരു അമ്മച്ചി ഉണ്ടായിരുന്നു അത്രേ. അവരിടയ്ക്കിടയ്ക്ക് പറയുമെന്ന്, ഏതാ ഇടുക്കിയിൽ നിന്ന് ഫസ്റ്റ് വണ്ടിക്ക് മുമ്പ് ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് കയറിയാൽ നേരെ കോട്ടയത്ത് ചെന്ന് ഇറങ്ങാം, സമയത്ത് ചെല്ലും. പിന്നെ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് ലാസ്റ്റ് ബസ് കഴിഞ്ഞൊരു ബസ്സുണ്ട്, അതിന് കയറിയാൽ ഇവിടെയും കൃത്യസമയത്തെത്തും. ഇത് ചിലപ്പം ആരെങ്കിലും വെറുതെ സൃഷ്ടിച്ചതാകാം, അല്ലെങ്കിൽ സംഭവിച്ചതാകാം, എന്തോ ആട്ടെ. പക്ഷേ നമ്മുടെ പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മുൻഗണന എന്ന് പറയുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി തീരുവാൻ. അപ്പോൾ നമ്മുടെ മുൻഗണന, നമ്മുടെ പ്രയോറിറ്റി എന്തെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം, നമുക്ക് തന്നെ തീരുമാനിക്കാം. ഇതിനോടനുബന്ധിച്ച് വേദപുസ്തകത്തിലെ 2 സുപരിചിതമായ കഥാപാത്രങ്ങളെ കൂടെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. നമുക്കറിയാമല്ലോ, ഇവരുടെ 2 പേരുടെയും പേരൊന്നാണ്. ഇവർ 2 പേരും ഒരേ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു, ബെന്യാമിൻ ഗോത്രത്തിൽ. ഇവർ 2 പേരും ദൈവം വിളിച്ചവരാണ്. പക്ഷേ ആ ദൈവം വിളിച്ചപ്പോൾ അവർ 2 പേരും നിസ്സഹായത പ്രകടിപ്പിച്ചു. അയ്യോ, എന്നെക്കൊണ്ട് പറ്റുകയില്ലേ എന്ന് പറയുക. നിശ്ചയമായും നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അതെ, ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ ശൗലിനെ കുറിച്ചും പിന്നീട് ശൗൽ എന്ന പേര് മാറ്റി പൗലോസ് എന്ന പേര് സ്വീകരിച്ച ഏറ്റവും വലിയ മിഷണറി എന്ന നാം അറിയപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുമാണ്. ഞാൻ അവരുടെ ഡീറ്റെയിലുകളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം അതിൻ്റെ ഭാഗങ്ങളെല്ലാം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലും 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലുമായിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോടിന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതകാലത്തിൽ ദൈവം തിരഞ്ഞെടുത്തവരാണ്, ദൈവം വിളിച്ചവരാണ്, ദൈവം വിളിച്ചു വേർതിരിച്ച് അവർ ഏറ്റവും ഹംബിൾ ബിഗിനിങ്സ്, ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം വിളിച്ച് അവൻ്റെ വേലയ്ക്കായിട്ട് അല്ലെങ്കിൽ അവനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേർക്കുക. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ വളരെ രസമാണ്. കാരണം അവിടെ ഈ ശൗലിനെ തേടി നടക്കുന്നതായ ഒരു രംഗമുണ്ട്. നമുക്ക് ശൗലിനെ ആദ്യം വേദപുസ്തകത്തിൽ കാണുന്നത് അവൻ്റെ അപ്പനായ കീശിൻ്റെ കഴുതകളെ തേടി നടക്കുന്നതായ രംഗമാണ്. മനസ്സിലായില്ല? അങ്ങനെ അവർ വരുന്നു, അപ്പോൾ സ്തോത്രം ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് വരുന്നു, അവനോട് ചോദിക്കുന്നു, അവനവൻ്റെ ദിശ പറഞ്ഞു കൊടുക്കുന്നു, അവർ പോയി കണ്ടെത്തുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഇതേ ശമൂവേൽ പ്രവാചകനെ ദൈവം ഏർപ്പാട് ചെയ്യുകയാണ്. എന്ത്? ഇസ്രയേലിന്. കാരണം ഇസ്രയേലിന് രാജാവില്ല, മറ്റ് രാജ്യങ്ങൾക്കല്ലേ, മറ്റ് സമീപത്തുള്ള ജാതികൾക്കൊക്കെ രാജാക്കന്മാരുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല. അവർക്ക് എന്ത് വേണം? അവർക്ക് രാജാവ് വേണം. പക്ഷേ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ദൈവം മനസ്താവപ്പെടുക, ദൈവം സങ്കടപ്പെടുക. ഞാനാണ് അവരുടെ രാജാവെന്ന് അവരറിയുന്നില്ല. അവർക്ക് പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്കറിയാം തെറ്റാണെന്ന്, എന്നാലും നാം അത് ചെയ്യുന്നു. അത് ദൈവം അവൻ്റെ ദീർഘക്ഷമയിൽ അനുവദിക്കുന്നതാണ്. എന്താ പറയുന്നത്? അവസാനം അവനെ രാജാവിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാവരെയും ഗോത്രങ്ങൾ മുഴുവൻ വിളിച്ചു വരുത്തി, വംശം വംശമായിട്ട്, ഗോത്രം ഗോത്രമായി, കുടുംബം കുടുംബമായി, വീട് വീടായി ഇങ്ങനെ നിരത്തി നിർത്തി. അന്ന് എന്താണ് അവർ ചെയ്യുക? ചീട്ടിടും, പുട്ട് ലോട്ട്സ്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ അവസാനം ബെന്യാമിൻ ഗോത്രത്തിന് വന്നു, അവസാനം ഇശ്ശായിയുടെ കുടുംബത്തിൽ വന്നു, ശൗലിൻ്റെ പേര് വന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഈ ശൗല് അവൻ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുക. എവിടെയാണെന്നറിയോ? വാക്യം പറയുന്നത് എങ്ങനെയാ? അവൻ സാമാനങ്ങളുടെ ഇടയിൽ, ബാഗേജ് എന്നാണ് ഇംഗ്ലീഷിൽ, ബാഗേജിൻ്റെ ഇടയിൽ അവൻ ഒളിച്ചിരിക്കുക. ഒട്ടകപ്പക്ഷി ഒളിക്കുന്ന പോലെ അവൻ ഒളിക്കാൻ പറ്റും. കാരണം അവൻ നിന്നാൽ ആ ജനത്തിൻ്റെ ആ തലയ്ക്ക് ഒപ്പമാണ് അവൻ്റെ കഴുത്ത്. അപ്പോൾ അവൻ്റെ തല ഇങ്ങനെ മേളിൽ നിൽക്കും. പക്ഷേ അങ്ങനെ ഒളിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനായിരുന്നു ശൗൽ. എന്നാൽ ദൈവം അവനെ ഏൽപ്പിച്ച ചുമതലയിൽ നിന്ന് അവന് ദൈവം സമ്പത്തും സാഹചര്യങ്ങളുമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അധികാരമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ മതോന്മത്തനാകുകയാണ്. അവൻ പിന്നെ ആ അന്യ സ്ത്രീകളെ പരിഗ്രഹിച്ചതിൻ്റെ ഫലമായി അവൻ എന്ത് ചെയ്യുന്നു? അവൻ ദൈവഭാഗത്ത് നിന്ന് കുറേശ്ശെ വഴുതിപ്പോവുകയാണ്. അവിടേക്കാണ് ദാവീദിൻ്റെ രംഗപ്രവേശനം. മനസ്സിലായില്ലേ? എൻ്റെ വിഷയം അതല്ല. അവന് ഈ ഒരു കാഴ്ചപ്പാട്, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പാൻ അവൻ മറന്നുപോയത് കൊണ്ട് അവൻ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യത്തിൻ്റെ ഭാഗം ഞാൻ അതിൻ്റെ വാക്യം സ്തോത്രം 1 ശമൂവേലിൻ്റെ പുസ്തകം പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്.
1 ശമൂവേൽ 26:21. അവിടെ ആ രംഗമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ശൗല് ദാവീദിനെ തേടി അലയുക, ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, കാരണം ദാവീദാണ് അവൻ്റെ ശത്രു. പക്ഷെ നമുക്കറിയാം ആ വലിയ മലഞ്ചെരുവിൽ ഇവനും സൈന്യവും 10,000 പട്ടാളക്കാരും മറ്റും ക്യാമ്പ് ചെയ്യുക, പാളയം ഇറങ്ങിയിരിക്കുക. പക്ഷേ കുന്നിൻ്റെ മുകളിൽ നിന്ന് ദാവീദ് ഇത് മനസ്സിലാക്കുന്നു. ദാവീദ് അവൻ്റെ ഏറ്റവും വിശ്വസ്തനായ അമ്നോനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെയും കൂട്ടി ഇവൻ്റെ അടുത്ത് ചെല്ലുമ്പം മലന്ന് കിടന്നുറങ്ങുക. ആ കുന്തം, ശൗലിൻ്റെ കുന്തം തലക്കൽ കുത്തിവെച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കുന്ന പാത്രവും അടുത്തിരിപ്പുണ്ട്. ഉടനെ കൂടെ വന്നവൻ പറഞ്ഞു, നല്ല സമയമാണ്, തട്ടിക്കളയാം, ഇവൻ നമ്മളെ പിടിക്കാൻ നടക്കല്ലേ, ഇവനെ തീർത്ത് കളയാം. അവൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ അഭിഷക്തൻ്റെ മേലെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കൈവെക്കാൻ പറ്റുകയില്ല, നീ ഒരു കാര്യം ചെയ്തോ, ആ വടിയും ആ കുന്തവും സ്തോത്രം ആ പാനപാത്രവും എടുത്ത് അവർ മയങ്ങിപ്പോയി. അവിടെ പറയുന്നത് ദൈവം അവർക്കൊരു ഗാഠനിദ്ര വരുത്തിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. അടുത്ത ദിവസം പ്രഭാതത്തിൽ അവിടെ വന്ന് വിളിച്ചു. ഉടനെ ശൗലിൻ്റെ അസിസ്റ്റൻ്റ് വിളിച്ചു ചോദിച്ചു, ആരാ രാജാവിനെ വിളിക്കുന്നത്? ഉടനെ അവൻ പറഞ്ഞു, അയ്യോ, നിൻ്റെ അടിമയാണ്, നിൻ്റെ ദാസനാണേ, നീ എന്തിനാണ് എന്നോടിങ്ങനെ ചെയ്യുന്നത് ഒക്കെ ചോദിച്ചപ്പോൾ ആ ഭാഗത്ത് അന്നേരമാണ് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് പറഞ്ഞ്, ഈ നിൻ്റെ കൂട്ടത്തിലുള്ള ഈ പടയാളികളോട് പറയുന്നത്, നിങ്ങളെയൊക്കെ വാസ്തവത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞേനെ, വെട്ടിക്കൊല്ലണം, കാരണം നിങ്ങളുടെ രാജാവിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. നോക്ക്, അദ്ദേഹത്തിൻ്റെ പാനപാത്രം എവിടെ, അദ്ദേഹത്തിൻ്റെ കുന്തം എവിടെ? അപ്പോഴെന്ത് ചെയ്യുക? ആ സമയത്ത് അവൻ്റെ അവസാന കാലമൊക്കെ അടുത്തിരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നൊരു സാക്ഷ്യമാണ് ഞാൻ വായിക്കുന്നത്. 21 ഞാൻ തുടർച്ചയായിട്ടല്ല വായിക്കുന്നത്, അതിൻ്റെ ഒരു ഭാഗം വായിച്ച് അതിൻ്റെ ബാക്കി അതേ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തുനിന്ന് വായിക്കുകയാണ്. അവൻ പറയുകയാണ്, എൻ്റെ മകനെ ദാവീദേ, മടങ്ങി വരിക, എൻ്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയത് കൊണ്ട് ഞാനിനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഇനി കേൾക്കണം, അവിടെ പറയുന്നതിൻ്റെ മേളിൽ പറയുന്നത്, ഞാൻ പാപം ചെയ്തിരിക്കുന്ന 21 വാക്യത്തിൻ്റെ ആരംഭമാണ്. പിന്നെയാണ് താഴോട്ട് വന്നിട്ട്, ഭോഷത്വം പ്രവർത്തിച്ചു, അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു. നോക്കുക, ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ്റെ ദാരുണമായ അന്ത്യം. അവൻ പറയുന്ന സാക്ഷ്യമാണ് നാം കേട്ടത്. എന്താണ്? ഞാൻ പാപം ചെയ്തു, ഭോഷത്വം പ്രവർത്തിച്ചു, അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു. ഐ ഹാവ് സിൻഡ് ഗ്രേറ്റ്ലി ഏർഡ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷിൽ. അതേ സ്ഥാനത്ത് നമുക്കറിയാമല്ലോ, ഇതേ പേരുകാരനായ, ഇതേ ഗോത്രക്കാരനായ, ഇതേപോലെ ദൗത്യം നമുക്കറിയാമല്ലോ, ആദ്യം കാണുന്നത് സ്തോത്രം ശൗലായിട്ട് തന്നെ ഞാൻ നേരത്തെ പ്രതിപാദിച്ചിരുന്നല്ലോ. ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ അവൻ മഹാപുരോഹിതൻ്റെ അധികാരപത്രവും വാങ്ങി പോകുന്ന ആ പോക്കാണ്. ഗംഭീരമായ ഗുണ്ടയാണ്. പക്ഷേ അവൻ പിന്നീട് ആ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ 2 തീമോഥെയോസ് 4 അധ്യായത്തിൻ്റെ 6-7 വാക്യം മുതൽ അവൻ പറയുന്ന വാക്കുകൾ ഞാൻ അധികമൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അവൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ വർത്തിഷ്ഠതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടി. ദൈവമക്കളെ, നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട് ഇവിടെ. എന്താണ് അവൻ പറയുന്നു? ആ പ്രിയപ്പെട്ടവൻ എനിക്ക് തരാൻ പോവുകയാണ്, ഞാൻ പ്രിയം വെച്ചതിന് എനിക്ക് തരാൻ പോവുകയാണ്. എനിക്ക് മാത്രമല്ല, അവൻ്റെ വരവെങ്കിൽ, അവൻ്റെ പ്രത്യക്ഷമെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവമക്കളെ, ആ കൂട്ടത്തിൽ നാം കാണുമോ? അതോ നാം മറ്റേ ശൗൽ പറഞ്ഞ പോലെ, ഇസ്രായേലിലെ രാജാവായിരുന്ന ശൗൽ പറഞ്ഞ പോലെ, ഞാൻ പാപം ചെയ്തു, ഭോഷത്വം പ്രവർത്തിച്ചു, അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്നായിരിക്കുമോ നമ്മുടെ സാക്ഷ്യം? അതോ പ്രിയപ്പെട്ടവനായ നല്ലവനായ പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ഞാൻ ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. എന്താണ്? നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇതൊരു ട്രിപ്പിൾ എക്സ്പ്രഷനാണ്. രണ്ടിടത്തും പറയുന്നത് അങ്ങനെ. അതായത് കാര്യങ്ങളെ ഒന്ന് ഊന്നി പറയുന്നതിന് വേണ്ടി, ഇല്ലേ? അതൊരു ഇംഗ്ലീഷിലൊരു എക്സ്പ്രഷനാണ്, ഒരു യൂസേജാണ്. 3 പ്രാവശ്യം 3 ആവർത്തിച്ച് പറയുക. അപ്പോഴെന്ത് ചെയ്യും? ആ കാര്യത്തിന് ഗൗരവം കൊടുക്കാനാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, തല മൊട്ടയടിച്ച്
പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറ്റി. ഇത് 3 നാണം കെടുത്തുന്ന പരിപാടിയാണ്. എങ്കിലും എന്ത് ചെയ്യുന്നു, ആ നാണക്കേടിൻ്റെ ആക്കം കൂട്ടാൻ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത് രണ്ടുണ്ടോ? ഞാൻ പാപം ചെയ്തു, ഭോഷത്വം പ്രവർത്തിച്ചു, അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദൈവമക്കളെ, നിശ്ചയമായും ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരുവൻ്റെ കാര്യത്തിൽ അവൻ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു. അടുത്തവൻ അതിന് സാധ്യത ഉണ്ടായിട്ടും അതിനുള്ള അവസരമുണ്ടായിട്ടും അവനതിനെ തൃണവൽഗണിച്ച്, അല്ലെങ്കിൽ അവനെ അവഗണിച്ച് അവൻ മുമ്പോട്ട് പോയി വളരെ പ്രത്യാശയില്ലാതെ ഈ ലോകത്ത് നിന്ന് വിടേണ്ടി വന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. രാത്രിയിൽ ദൈവം നമ്മോട് ഇടപെടുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ മുൻഗണന ഏതാണ്? ഏതിലാണ് നാം പ്രിയം വച്ചിരിക്കുന്നത്? മറ്റ് ലൗകികമായ ഭൗമികമായ കാര്യങ്ങളിലാണോ, അതോ സ്വർഗീയവും ആത്മീയവുമായ കാര്യങ്ങളിലാണോ? നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുമെങ്കിൽ നിശ്ചയമായും നമുക്ക് ഭാവിയിൽ, നമുക്ക് നിത്യത നമ്മുടെ കർത്താവിനോട് ആയിരിക്കാൻ സാധിക്കും. സംശയമൊന്നുമില്ല. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളേവരെയും സഹായിക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിലെ നരനായി, ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാന്മാരഖിലവുമൊരുപ്പോൾ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. കലിശുതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സരരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങളുണർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. നിങ്ങളുണർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. നമ്മുടെ ശുശ്രൂഷ അവസാനമായി നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. സ്നേഹവാനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ വചനത്തിൽ ധ്യാനിപ്പാൻ നീ ഞങ്ങൾക്ക് തന്നതായ അവസരങ്ങൾ ദൈവം പലപ്പോഴും ഞങ്ങളതിനെ ഗണ്യമാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ട പ്രകാരം ഞങ്ങളുടെ മുൻഗണന എന്താണ്, ഞങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് ചിന്തിപ്പാൻ ദൈവമേ, മുൻഗണന മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ നന്മകളെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനിടയായി. അത് അവഗണിച്ചവർക്കുണ്ടായ ദോഷങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കുവാൻ ഇടയായല്ലോ. ദൈവമേ, നിൻ്റെ ദാസന്മാരൊക്കെയും അവർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്നും സുഗമമായിരുന്നില്ലെങ്കിലും അവർ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ തയ്യാറായതുകൊണ്ട് അവരുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി അന്ത്യത്തിൽ അവർ നിശ്ചയമായും സ്വർഗീയ രാജ്യത്ത് കാണും എന്നവർക്ക് ഉറപ്പോടുകൂടി ലോകം വിട്ടു പോകുവാനിടയായല്ലോ.
ദൈവമേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നതായ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ ദൈവമേ. നീ അവർക്ക് സമീപസ്ഥനായിരിക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നീയും നിൻ്റെ രാജ്യവും നിൻ്റെ നീതിയും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹത്തിൻ്റെതായ സമയങ്ങൾ തന്ന കൃപകൾക്കായി സ്തോത്രം. നാളത്തെ ശബദിനും നീ ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണമേ. ശബദിൻ്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നിറയ്ക്കണം. മാനവും മഹത്വവും തിരുമേനി നിൽക്കണം. അടികൾ പിരിയാത്ത ബന്ധുക്കളൊന്നും കൂടെ ഇരുന്നാട്ടെ. സകല ദുഷ്ടപുത്രനെ നാഥനെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. പരിശുദ്ധമുള്ള നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. എൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടസ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരും ക്ഷമിച്ചിരിക്കുന്ന പോലെ കടകളെ ഭാഗങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും പ്രാർത്ഥന ഓർത്ത എല്ലാ കാര്യങ്ങളോടും നാം ഏവരോടും വിശേഷം നമ്മുടെ സഭയുടെ അന്ത്യനാളുകളിലെ ഈ കൂട്ടായ്മകളോടും കൂടെ എന്നും എന്നേക്കും കാലാവസാനം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.